നമസ്കാരം. ഉഷാറില്ലല്ലോ. നമസ്കാരം. നമസ്കാരം. ഇന്ന് കുറച്ച് ജർമ്മൻ ഡെലിഗേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറഞ്ഞ് ഞാൻ മടുത്തു. അപ്പൊ ഇനി നമുക്ക് മലയാളത്തേക്ക് പോവാം. അപ്പൊ എനിക്കിന്ന് പേര് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇന്നൊരു എ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എ ആണ് ഞാൻ. സോ ബേസിക്കലി I would like to wish lot of beautiful people in the crowd. ഇത് ശരിയല്ല. You can't keep beautiful people. ശ്രദ്ധ തെറ്റു. പ്ലീസ് പ്ലീസ് ഒരു കുറച്ച് നേരം ഒന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്യാം, ഞാനും കൺട്രോൾ ചെയ്യണ്ടേ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നാളെ എന്താണ് സ്പെഷ്യാലിറ്റി? സർ, നാളെ എന്താ സ്പെഷ്യാലിറ്റി? 8 വുമൻസ് ഡേ. ഫീമെയിൽസിന് അറിയില്ലെങ്കിലും വുമൻസ് ഡേ നാളെയാണ്. മെയിൽസിന് അറിയാം. ബിക്കോസ് മെയിൽസ് സെലിബ്രേറ്റ് ഫീമെയിൽസ് ഡേ മോർ ദാൻ ഹൗ മച്ച് ഫീമെയിൽസ് ഡു. എങ്ങനെയെങ്കിലും ആരെങ്കിലും സെറ്റ് ആയാലോ അല്ലേ സാർ? സാറിന്റെ പേര് സനൂപ്. സനൂപ് എന്താ ചെയ്യണേ? ഇൻഫോ പാർക്കിലാണ്. ആ, നമ്മൾ എല്ലാവരും ഇൻഫോ പാർക്കിൽ തന്നെ പഠി. സോറി, ഇൻവൈസർ. ഗേൾഫ്രണ്ട് ഉണ്ടോ? നാളെ വുമൻസ് ഡേ. എല്ലാരും വിഷ് ചെയ്യാം. ഹാപ്പി വുമൻസ് ഡേ വിഷ് ചെയ്യാം. ചെയ്യില്ലേ? എന്നെ വിഷ് ചെയ്യല്ലേ? എന്നെ വിഷ് ചെയ്താൽ ഞാൻ സെയിം ടു യു കൊടുക്കും. എനിവേസ്, നിനക്ക് ഗേൾഫ്രണ്ട് കിട്ടും. സനൂപ് അല്ലേ? ഏജ് എത്ര? 23. ടൈം ഉണ്ട് മാൻ. 30 സിംഗിൾ. ബൈ ദ ബൈ, എന്റെ ഇന്നത്തെ ടോപ്പിക് ഭയങ്കര സിമ്പിൾ ആണ്, നോർമൽ ആണ്. സാധാരണ പെമ്പിളേർ പറയുന്ന ഒരു ഡയലോഗാണ്, ഒരു ആണായി ജനിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഇപ്പൊ പറയണു, ഒരു പെണ്ണായി ജനിച്ചാൽ മതിയായിരുന്നു. ആണുങ്ങൾക്ക് തോന്നാറുണ്ടോ അങ്ങനെ? ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ആണിന് തോന്നിയിട്ടുണ്ടോ പെണ്ണായിട്ട് ജനിച്ചാൽ മതിയെന്ന്? തോന്നിയിട്ടില്ല. ആർക്കും തോന്നിയിട്ടില്ല. പെമ്പിള്ളേർക്ക് തോന്നിയിട്ടുണ്ടോ ആണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു? ഒന്ന് ആർക്കും തോന്നിയിട്ടില്ല. യെസ്, മിക്സ്ഡ് ക്രൗഡ് ആണ്. കുഴപ്പമില്ല, ഇന്ത്യൻസ് ആണ്. വി ആർ ഡൈവേഴ്സിറ്റി യുണൈറ്റഡ്. പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഫോർ ഐ സ്റ്റാർട്ട് ദിസ്, എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഫീമെയിൽസിനോട് ഭയങ്കര റെസ്പെക്ട് ആണ്. എന്റെ അമ്മ, നിങ്ങൾ വിശ്വസിക്കില്ല, എന്റെ അമ്മ ഒരു വുമൻ ആണ്. നിങ്ങൾ വിശ്വസിക്കില്ല, അമ്മയും അച്ഛമ്മയും. പക്ഷെ വുമൻസ് ആർ വെരി ബ്യൂട്ടിഫുൾ അല്ലേ? മെയിൽസ് ആർ, അങ്ങനെ ഞാൻ പറയില്ല മെയിൽസ് ആർ നോട്ട് ബ്യൂട്ടിഫുൾ എന്നല്ല. മെയിൽസ് ആർ ഓൾസോ ഫൈൻ. പക്ഷെ ഫീമെയിൽസിന്റെ കാര്യം ഡിഫറെന്റ് ആണ് അല്ലേ? ഫോർ എക്സാമ്പിൾ, ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒരു ആണ ഏജൻസാ മതിയെന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ബമ്പിൾ ഭയങ്കര പ്രശ്നം. ബമ്പിൾ അറിയാത്ത ആൾക്കാരുണ്ട് ഇവിടെ. ബമ്പിൾ അറിയാത്ത, ബമ്പിളിലേക്കും നിനക്ക് ബമ്പിൾ അറിയില്ല. നീ എന്തിനാ ജീവിക്കണേ? ആധാർ കാർഡിലുണ്ടോ നീ? ടിൻഡറിലുണ്ടോ നീ? ടിൻഡറിലുണ്ടോ? അരികെ വേർ മലയാളി സ്റ്റേറ്റ് ജ്യൂസ് അടിക്കാൻ മെഷീൻ നീ. ടിൻഡർ പെമ്പിള്ളേർക്ക് ഭയങ്കര സിമ്പിൾ ലോജിക്കാണ്. ഞാൻ പറയാം സർ, കേൾക്കണം സർ. ഐഫോൺ ആണോ ഫോൺ? എന്നാലും കേൾക്കണം സർ. പെമ്പിള്ളേരുടെ ലോജിക്ക്, ആമ്പിള്ളേരുടെ ലോജിക്ക് ഭയങ്കര സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ, റൈറ്റ് സൈഡ്, റൈറ്റ് സൈഡ്, റൈറ്റ് സൈഡ്. ആണ് വന്നു കുഴപ്പമില്ല, റൈറ്റ് സൈഡ്. കോഴിക്കോടുകാരൻ റൈറ്റ് സൈഡ്, റൈറ്റ് സൈഡ്, റൈറ്റ് സൈഡ്. പെമ്പിള്ളേരുടെ ലോജിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന്റെ ബെല്ലാണോ? ആരുടെ ഫോണോ? ഇടുക്ക് വല്ല കുട്ടിയാണെങ്കിലോ? സിംഗിളാണോ? സിംഗിളാണോ? അല്ല, എന്ത് മിഡിലിൽ എവിടെയാണ്? കോംപ്ലിക്കേറ്റഡ് ആണോ? ഫ്രണ്ട് ആണോ? ബെസ്റ്റ് ഫ്രണ്ട് ആണോ? പെമ്പിള്ളേരുടെ കാര്യത്തിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ബോയ് ഫ്രണ്ട്, നമുക്ക് ഏതെങ്കിലും ഫ്രണ്ട് ആയ പെണ്ണ് ഗേൾ ഫ്രണ്ടാണ്, നോ ഡൗട്ട്. എന്റെ ലൈറ്റ് കത്തിയോ? ഇല്ലല്ലോ, സമയമുണ്ടല്ലോ. സമയമുണ്ടോ? താങ്ക് യു. ഡിസ്ക്വാളിഫൈ ആവണ്ട. പക്ഷെ പെമ്പിള്ളേര് സമ്മതിക്കണം. എനിക്ക് എന്റെ ഡേറ്റ്, സോറി ഞാൻ നേരത്തെ സിംഗിൾ ആണെന്ന് പറഞ്ഞത് വെറുതെ കേട്ടോ. എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ട് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എനിക്കുണ്ട്, നിനക്കും കിട്ടും. ഞാൻ പറയണതല്ല, 23 അല്ല, നിനക്ക് 25 കിട്ടും. പുറത്ത് ഞാൻ നോക്കി തരാം. പക്ഷെ പെമ്പിള്ളേരുടെ എനിക്ക് റൈറ്റ് സ്വൈപ്പ് കിട്ടിയത് ഞാൻ 250 rupees ബമ്പിൾ കൊടുത്തിട്ടാണ്. 250 rupees കൊടുക്കേണ്ടി വന്നു. അതും എക്സ്റ്റെൻഡ് ചെയ്തു. അവൾക്കൊരു മെസ്സേജ്, അവളുടെ ഒരു മെസ്സേജ് വന്നു, ഹായ്. ഞാനും മെസ്സേജ് അയച്ചു, ഹായ്. പിന്നെ ഒരു മെസ്സേജ് ഇല്ല അവളുടെ. എന്താ നമ്മൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ വീണ്ടും പേ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചു. പിന്നെ അവളുടെ മെസ്സേജ് വന്നു, ഹൗ ആർ യു? ഐ ആം ഗുഡ്, ഹൗ ആർ യു? ഒരു ഉത്തരല്ലേടി. പെമ്പിള്ളേര് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ബിക്കോസ് അവർ കുറെ നോക്കും. ഒരു റൈറ്റ് സ്വൈപ്പ് കൊടുക്കുന്ന മുമ്പേ അവർ നോക്കും, ചെക്കൻ എവിടുത്തെയാ? ഓക്കെ, ചെക്കൻ ജോലിയുണ്ടോ?
ഇൻഫോ പാർക്കിലാണോ? സോറി ഗൈസ്, IT is a bitch. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, IT is a bitch. പക്ഷെ എന്നാലും ഒരു റൈറ്റ് സ്വൈപ്പ് കിട്ടി. പക്ഷെ എന്റെ ഗേൾ ഫ്രണ്ട്, വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് എനിക്കറിയാം, ഉണ്ട്. അവളുടെ ഒരു മാജിക് പവർ ഉണ്ട്. പണ്ടൊക്കെ നമ്മള് മറ്റേ ചായ കുടിക്കാൻ കാഫറ്റീരിയയിൽ 10 രൂപയുടെ കട്ടൻ അല്ലേ, 10 രൂപയുടെ കട്ടനാണ് കുടിക്കാതെ. ഒന്ന് പറഞ്ഞുകൂടെ, ചായയുടെ കാര്യമല്ലേ ചോദിച്ചു, വേറെ ഒന്നുമല്ലല്ലോ. പപ്പടം ഞാൻ. പക്ഷെ ഇപ്പൊ അവളുടെ കൂടെ പോയാൽ, ഏതെങ്കിലും കാഫെ പോയാൽ അതേ സാധനം, ഫോർ എക്സാമ്പിൾ ഫ്രഞ്ച് ടോസ്റ്റിലേക്ക് പോയി 150 rupees. What the hell? അവിടെ മജീഷ്യൻ ആട്ടോ. പണ്ട് എനിക്ക് 200 രൂപ മതിയായിരുന്നു ഒരു ദിവസം, ഇപ്പൊ 2000 വേണം. പക്ഷെ still fine. It's fine. പിന്നെ മാം നമസ്കാരം. മാം തരംഗന്റെ പാട്ടാണോ? അന്ന് വേണം, ഞാൻ ഒന്നും എൻഗേജ് ചെയ്യുന്നില്ല. എന്താണ് ബ്യൂട്ടിഫുൾ വുമൻസ്, നാളെ വുമൻസ് ഡേക്ക് പരിപാടി? എന്റെ ടൈം ആയോ? ആയില്ലേ? സോറി, വിൽ ടോക്ക് ലേറ്റർ. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.